ആൾക്കാരും പറഞ്ഞിട്ടും അവരുടെ പ്രഭാഷണങ്ങളിലും എല്ലാം കേട്ടിട്ടുള്ളൊരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ന് തോന്നിയിട്ടുമുണ്ട്. എയിലേക്ക് വന്ന കാലത്ത് തന്നെ ഇതിൻ്റെ ഈ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഒക്കെ പ്രാധാന്യത്തെക്കുറിച്ച് പഴമക്കാർ പറഞ്ഞു കേട്ടതനുസരിച്ച് എനിക്കും ഇതൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം മുളയ്ക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അതിനു വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ട് വേണ്ട രീതിയിൽ അങ്ങോട്ടേക്ക് ഈ രണ്ട് കാര്യങ്ങൾ, പ്രാർത്ഥനയായാലും ശരി ധ്യാനമായാലും ശരി, രണ്ടും പഴമക്കാരൊക്കെ പറഞ്ഞു തന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചിട്ടും അത്രയ്ക്ക് അങ്ങോട്ട് ഫലവത്തായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു ആദ്യകാലത്തൊന്നും. അതിന് കാരണം ഞാൻ ഈ രണ്ട് കാര്യങ്ങളെ സമീപിച്ചതിലുള്ള ഒരു പ്രശ്നമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. കാരണം 42 വയസ്സ് വരെ കടുത്ത നിരീശ്വരവാദിയായിട്ട് ജീവിച്ച ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഒരു ആത്മീയതയിലേക്കൊന്നും ഇറങ്ങി ചെല്ലാൻ സാധിക്കില്ല എന്ന് തോന്നി. അതിലും ഉണ്ടൊരു ചെറിയ ഒരു തെറ്റുണ്ട്. കാരണം അങ്ങനെ സാധിക്കില്ലാത്തതായിട്ടൊന്നുമില്ല അതിൽ. പക്ഷേ മുൻധാരണകളെയൊക്കെ ആസ്പദമാക്കിയിട്ട് അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലൂടെയായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഇതെനിക്ക് പറ്റാത്ത കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പള്ളിയിൽ പോയിട്ടില്ല. ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെട്ടിട്ടില്ല. വീട്ടിലാണെങ്കിലും പ്രാർത്ഥനകളില്ലാത്തൊരു വീടാണ്, ദൈവമില്ലാത്തൊരു വീടാണ്. ജനിച്ചു വളർന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ്. അതുകൊണ്ട് ഏല് വന്ന ഉടനെ തന്നെ പെട്ടെന്ന് അടിമുടി ഒരു മാറ്റം വരുത്താനായിട്ട് ശ്രമിച്ചപ്പോൾ പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് കുറച്ചു കാലം മാറി എന്നുള്ള ഒരു 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 കള്ളത്തരം കൊണ്ട് നടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ പ്രാർത്ഥനയായാലും നമ്മൾ മീറ്റിങ്ങുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു പുച്ഛ മനോഭാവമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ദൈവമേ എന്നുള്ള വിളി പോലും ഒരു സുഖമില്ലാത്ത തരത്തിലായിരുന്നു ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇല്ലാത്ത എന്തിനെയോ അഭിസംബോധന ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു അസുഖം അതുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ പടികളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന അതുടനെ തന്നെ ഉണ്ടായി. ഏല് വന്ന ഉടനെ തന്നെ അതൊക്കെ സാധ്യമായി എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്താണ് ഇതൊരു ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ആത്മീയമായിട്ട് തന്നെ നമ്മൾ അതിനെ നോക്കിക്കാണണം എന്ന് മനസ്സിലാക്കുകയും എൻ്റെ നിലനിൽപ്പ്, കുടിയില്ലാത്ത സുബോധവാനായിട്ടുള്ള എൻ്റെ നിലനിൽപ്പിന് ഇത് അത്യാവശ്യമുള്ളൊരു ഘടകമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവയെല്ലാം, ഈ ധ്യാനമായാലും പ്രാർത്ഥനയായാലും ചൊല്ലാനും പരീക്ഷിക്കാനും പ്രയോഗിക്കാനും എല്ലാം ആ ശ്രമങ്ങളുണ്ടായത്. അതിന് തന്നെ പഴയ കാലത്തെ ആൾക്കാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു കുരുട്ട് ബുദ്ധിയുമായിട്ട് ഇതിനെ സമീപിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം സത്യസന്ധമായിട്ടും തലയിൽ കയറി കൂടി എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഒത്തിരി വായിക്കുകയും ഒക്കെ ചെയ്തു. ഈ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വായനകളൊക്കെ നടത്തി. അങ്ങനെ അല്പാൽപമായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റി. അപ്പം നമുക്ക് ഇന്നിപ്പോൾ ആദ്യം പ്രാർത്ഥനയെക്കുറിച്ചിട്ട് നമുക്കതിനെ പറ്റിയിട്ട് അല്പം വിശദമായിട്ട് തന്നെ ഒന്ന് ആലോചിക്കാം. അതായത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങാം. പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള ജീവിതയാത്രയിൽ അത് നിങ്ങളുടെ സ്റ്റിയറിംഗ് വീലാണോ അതോ സ്പെയർ വീലാണോ?
നമ്മൾ സ്റ്റെപ്പിനി എന്നൊക്കെ വിളിക്കുന്ന സ്പെയർ വീലാണോ സ്റ്റിയറിംഗ് വീലാണോ? ഇതാണ് ആദ്യമായിട്ട് ഒരു ചോദ്യം എന്നുള്ള നിലയിൽ ഇതെന്നോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം. അതായത് പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യം എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകളോ അല്ലെങ്കിൽ അഭ്യർത്ഥനകളോ ഒന്നും അല്ല. അല്ലെങ്കിൽ അതൊരു യാചന ആയിട്ട് പോലും കാണാൻ പറ്റില്ല. ഒരു കെഞ്ചൽ അതുമല്ല. പിന്നെ എന്താണ് ഈ പ്രാർത്ഥന? അതൊരു ആത്മാവിൻ്റെ ആഗ്രഹങ്ങളായിട്ടാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ ഗാന്ധിജി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ആത്മാവിൻ്റെ ആഗ്രഹങ്ങളാണ് പ്രാർത്ഥന എന്നുള്ളത്. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ നേടാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കലോ അഭ്യർത്ഥനകളോ യാചനയോ കെഞ്ചലോ ഒന്നുമല്ല. ഇത് നമ്മളെ സ്പിരിച്വലായിട്ടുള്ള ആത്മാവിൻ്റെ ഒരു ആഗ്രഹങ്ങളായിട്ടാണ് അദ്ദേഹം അതിനെ കണക്കാക്കിയിട്ടുള്ളത്. അത് കൂടാതെ എൻ്റേതായ ബലഹീനതകളുടെ ഒരു ഞാൻ തന്നെ അംഗീകരിക്കുന്നൊരു പ്രവണത കൂടിയാണ് പ്രാർത്ഥന. എൻ്റെ കുറ്റവും കുറവും, എൻ്റെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്വഭാവ വൈകല്യങ്ങളും ക്യാരക്ടർ ഡിഫക്ട്സും നമ്മുടെ തന്നെ കുഴപ്പം പിടിച്ച ആ രീതികളും എല്ലാം അംഗീകരിക്കുകയാണ്. അതും പ്രാർത്ഥനയുടെ ഒരു ഭാഗം തന്നെയാണ്. ഒന്ന് മനസ്സിലാക്കിയത് ഏടെ എല്ലാ പടികളിലും ഈ പ്രാർത്ഥനയുണ്ട് എന്നുള്ളതാണ്. പടികളിൽ അങ്ങനെ ഇല്ലെങ്കിലും ഏടെ എല്ലാ പടികളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പടിക്ക് ഒരു പ്രാർത്ഥന അതിനോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ധർമ്മം, എന്താണ് പ്രാർത്ഥനയുടെ ഒരു ധർമ്മം എന്നുള്ളൊരു ചോദ്യം പൊന്തി വരും. ശരിയാണ്, ദൈവത്തെ സ്വാധീനിക്കലല്ല പ്രാർത്ഥന. അതാണല്ലോ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം. നമ്മളിപ്പം ഒരാളിൽ നിന്നും എന്തെങ്കിലും ഒന്ന് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അയാളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഈശ്വരനിൽ നിന്ന് എന്തെല്ലാമൊക്കെയോ നമുക്ക് ലഭ്യമാകണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ നടത്തുന്ന ഒരു സ്വാധീന പ്രവർത്തനമല്ല പ്രാർത്ഥന. മറിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ, അതായത് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിൽ മാത്രമല്ല, നമ്മുടെ മനോഭാവത്തിലും നമ്മുടെ ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ പോലും ഒരു മാറ്റം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് പ്രാർത്ഥനയുടെ ഒരു ഉദ്ദേശം. അതായത് പ്രാർത്ഥിക്കുന്നവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ ആറ്റിറ്റ്യൂഡുകളിലും അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും കാഴ്ചപ്പാടിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രാർത്ഥനയിലൂടെ. ഇവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാൻ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഫ്രെഡറിക് നീച്ചെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജർമ്മൻ തത്വചിന്തകനോ ഇല്ലെങ്കിൽ ഈ മതത്തെക്കുറിച്ചും സന്മാർഗത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും സയൻസിനെ കുറിച്ചും എല്ലാം എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു മഹാനാണ് അദ്ദേഹം. 1900 ആയപ്പോഴേക്കും മരിച്ചിട്ടുണ്ട്. 55 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള നീച്ചെ, ഫ്രെഡറിക് നീച്ചെ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയത് എങ്ങനെയാണ്: എല്ലായ്പ്പോഴും സ്തുതിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എല്ലായ്പ്പോഴും സ്തുതിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എഴുതിയത് ഫ്രെഡറിക് നീച്ചെയാണ്. നമ്മുടെ പല പ്രാർത്ഥനകളിലും, ഏത് മതവും ആയിക്കോട്ടെ, ഇതിലെല്ലാം സ്തുതി പാടുന്ന തരത്തിലേക്കാണ് അതിൻ്റെ ഒരു പോക്ക്. ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു ലൈൻ. അപ്പോൾ നീച്ചെ അതിനാണ് എതിര് നിന്നത്. അത് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൽ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്
അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹം തന്നെയാണ് ദൈവം മരിച്ചു, നമ്മൾ അവനെ കൊന്നു എന്നുള്ള വളരെ വിവാദപരമായിട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയത്. അത് ദ സ്പേക്ക് സാരത്തൂഷ്ട്ര എന്ന് പറഞ്ഞ അയാളുടെ ഏറ്റവും വിഖ്യാതമായ ഒരു പുസ്തകത്തിലെ ഒരു വല്ലാതെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വരിയാണ്. ദൈവം മരിച്ചു, നമ്മൾ അവനെ കൊന്നു. പക്ഷെ ഇതെഴുതുന്നത് അദ്ദേഹം ഇത് മറ്റൊരു കണ്ടെക്സ്റ്റിലാണ് ഇത് എഴുതുന്നത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പിലെ ആഗമനം പിന്നെ ആത്മീയതയ്ക്ക് സ്ഥാനമില്ലാതെ ആകുന്ന ഒരു കാലത്താണ് ഇത് എഴുതുന്നത്. അവിടെ നിന്നും വിശ്വാസികൾ കുറഞ്ഞു വരാൻ തുടങ്ങുന്നു. അത് പിന്നെ വ്യാവസായിക വിപ്ലവത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുണ്ടായ ഒരു പ്രവണതയായിരിക്കണം അത്. അപ്പം അത് ആ സമയത്താണ്, ആ കാലത്താണ് അദ്ദേഹം ദൈവം മരിച്ചു, നമ്മൾ അവനെ കൊന്നു എന്ന് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന യാചനയൊന്നും അല്ല എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം. നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക എന്ന് സങ്കല്പിച്ചാൽ കുറച്ചും കൂടെ സുഖമുണ്ട് പ്രാർത്ഥനയ്ക്ക്. നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു സമർപ്പിക്കുകയാണ് നമ്മൾ. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അവൻ്റെ ശബ്ദം നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും അവൻ്റെ ശബ്ദം നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നു പ്രാർത്ഥനയിലൂടെ. ഇത് നമ്മുടെ മദർ തെരേസയുടെ ഒരു കണ്ടെത്തലാണ്. അതായത് നമ്മൾ ഈ ഹൃദയത്തിൻ്റെ ആഴത്തുനിന്ന് നമ്മളെ തന്നെ നമ്മൾ കണ്ടെത്താൻ തുടങ്ങുന്നു പ്രാർത്ഥന നടത്തുമ്പോൾ. പ്രാർത്ഥന അതുപോലെ തന്നെ നമ്മുടെ ഒരു അവസാന ആശ്രയമാണോ? ലാസ്റ്റ് റിസോർട്ട് എന്നൊക്കെ പറയത്തില്ലേ പ്രാർത്ഥന? ആദ്യ മാർഗമാണോ അതോ നിത്യശീലമാണോ? ഒരു പ്രശ്നം ഉണ്ടാകുന്നു, നമുക്കൊരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ആ സമയത്ത് അതിനൊരു പരിഹാരം കിട്ടുന്നില്ല. എല്ലാ മാർഗവും ഇങ്ങനെ അങ്ങോട്ട് അടയാൻ തുടങ്ങുന്നു. എല്ലാ വാതിലും അടയുമ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ കവാടം തേടുന്നു. ദൈവമേ, എന്തെങ്കിലും ഒന്ന് എനിക്ക് ചെയ്തു താ എന്നുള്ളൊരു അപേക്ഷ സമർപ്പിക്കുന്നു. പകരം ചെയ്തത് കിട്ടിയതിനെല്ലാം നന്ദി പറയുന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ നടത്താറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കെപ്പോഴും ഇങ്ങോട്ട് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ശക്തിയായിട്ട് ദൈവത്തെ കാണുക. നമുക്ക് തന്ന കാര്യങ്ങൾ മറന്നതുകൊണ്ടായിരിക്കണം നമുക്ക് അതിനൊരു നന്ദി സൂചകമായ ഒരു വാക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ അധികം പ്രത്യക്ഷപ്പെടാതെ വരുന്നു. എൻ്റെ ഒരു പഴയകാല മെമ്പറുടെ രണ്ടുപേരുണ്ടായിരുന്നു. അവരുടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ച രസമുണ്ടാവും. അതായത് അദ്ദേഹം, ഒരാൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ്റെ പഴയകാല പ്രാർത്ഥനയുടെ രീതികളെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഒരു സ്വഭാവ വിശേഷണത്തെ പറ്റി പറഞ്ഞു. അതായത് പുള്ളിക്കാരന് വേണ്ടി ദൈവം ചെയ്യുന്നതൊന്നും ശരിയായ രീതിയിലല്ല എന്ന് തോന്നാൻ തുടങ്ങി. അദ്ദേഹത്തിന് വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു കാര്യവും ശരിയായ രീതിയിലല്ല ചെയ്യപ്പെടുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന് അങ്ങോട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ തുടങ്ങി, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അതായത് പുള്ളി ദൈവത്തിൻ്റെ ഒരു ശിക്ഷകനായി മാറുകയാണ്, അല്ലെങ്കിൽ പുള്ളി ദൈവത്തെ പരിശീലിപ്പിച്ചെടുക്കാൻ തുടങ്ങുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ അധ്യാപകനായിട്ട് മാറുന്നു, ദൈവത്തിൻ്റെ ഉപദേഷ്ടാവായിട്ട് മാറുന്നു. എന്നിട്ട് ഇന്ന പോലെയൊക്കെ വേണം ചെയ്യാൻ, അപ്പോഴെൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവും ദൈവമേ എന്ന് പറഞ്ഞിട്ടുള്ള രീതി പ്രാർത്ഥനയിലൂടെ നടപ്പിലാക്കാൻ തുടങ്ങുന്നു. എന്നിട്ടെന്താ കാര്യം? ഒന്നും ശരിയാകുന്നില്ല. ഒന്നിനൊന്ന് കാര്യങ്ങളൊക്കെ മോശമായിക്കൊണ്ടിരിക്കുക. മറ്റേ കക്ഷി നമ്മുടെ പഴമക്കാരൻ തന്നെയാണ്. പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ചാൽ, പുള്ളി
പുള്ളിയുടെ കുളിമുറിയാണ് പ്രാർത്ഥനാലയമാക്കിയിട്ട് മാറ്റിയത്. എന്നിട്ട് ഷവറൊക്കെ തുറന്ന് വെച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഷവറിന് കീഴിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പൊ ആരാ പറഞ്ഞ, ആരാ, ചാർലി ചാപ്ലിനാന്ന് തോന്നുന്നു, പണ്ടെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്. ചാർലി ചാപ്ലിൻ, അതെ, ചാർലി ചാപ്ലിനാ. പുള്ളി പറഞ്ഞിട്ടുണ്ട് മഴയത്തിറങ്ങി ഈ കരയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. ആരും കാണില്ല എൻ്റെ കണ്ണീരുകൾ. മഴയത്തിറങ്ങി മഴ നനഞ്ഞുകൊണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണുനീര് ആരും കാണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാതിരി ഷവറിൻ്റെ കീഴിൽ നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയുന്നില്ല ഈ കരച്ചിൽ. കരച്ച് പ്രാർത്ഥിക്കുക അദ്ദേഹം. അതുകൂടാതെ ക്ലോസറ്റിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഷവറിന്റെ കീഴെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക, ക്ലോസറ്റിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അതായത് വിഷമങ്ങൾ പുള്ളി വിസർജിച്ചുകൊണ്ടിരിക്കുക, വിഷമങ്ങൾ. അപ്പൊ അല്പമൊക്കെ ആശ്വാസം കിട്ടിയെന്നാ പറയുന്നത്. പക്ഷെ അല്പം ആശ്വാസം കിട്ടിയെന്നല്ലാതെ പരിഹാരമൊന്നും കിട്ടിയതായിട്ട് പുള്ളി പറഞ്ഞിട്ടില്ല. അവിടെ നിന്നാണ് നമ്മൾ 3-ാം പടിയിലേക്കൊന്ന് കടന്നിട്ട് പോകുന്നത് നന്നായിരിക്കും തോന്നുന്നു. എന്താ 3-ാം പടി പറയുന്നത്? 3-ാമത്തെ നമ്മുടെ പടി പറയുന്നത് ഞങ്ങളുടെ ഇച്ഛകളും ജീവിതവും ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അവിടെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ എന്നുള്ളിടത്ത് ഒരു അണ്ടർലൈനും ഉണ്ട്. ഞങ്ങളുടെ ഇച്ഛകളും ജീവിതവും ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഈ വിട്ടുകൊടുക്കൽ എന്നുള്ളൊരു വാക്ക് ഒരു ആൽക്കഹോളിക്സ് അനോണിമസിലെ ഉള്ള ഒരാൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ലെറ്റ് ഗോ എന്ന് പറയുന്ന സാധനം, വിട്ടുകൊടുക്കുക, ലെറ്റ് ഗോഡ്, ദൈവം ആയിക്കോട്ടെ എന്നുള്ള രീതി. അക്കാലത്തൊക്കെ എൻ്റെ പ്രാർത്ഥന, ഞാൻ കുളിമുറിയിൽ നിന്നൊന്നും അല്ലെങ്കിൽ ക്ലോസറ്റിൽ ഇരുന്നിട്ടും ഒന്നും ആയിരുന്നില്ല. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടപ്പുറമുണ്ട്, കടൽ തീരം, അവിടെ പോയിരുന്നിട്ടായിരുന്നു ഈ പരിപാടിയൊക്കെ. നല്ല സുഖമുള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അവിടെ നിന്ന് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടലിലേക്ക് നോക്കുമ്പോൾ കടലിൻ്റെ ഒരു വിശാലതയുണ്ട്. ഇങ്ങനെ പരന്ന് കിടക്കുകയല്ലേ കടല്. അത് ദൈവത്തിൻ്റെ ഒരു വിശാലതയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കടലിൻ്റെ ഒരു ആഴത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നമ്മളെക്കാൾ വലിയൊരു ശക്തിയുടെ ഒരു ആഴം, അത് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. മറ്റൊരു കാര്യം എനിക്ക് അനുഭവപ്പെട്ടത്, ഈ കടലിൻ്റെ കാറ്റടിക്കുന്ന സമയത്ത്, കടപ്പുറത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ഒരു കാറ്റ്, പ്രത്യേക തരത്തിലുള്ളൊരു കാറ്റ് കിട്ടും, ഒരു ഉപ്പുകാറ്റ്. ഈ കടൽക്കാറ്റ് അടിക്കുന്ന സമയത്ത് ഇത് ദൈവത്തിൻ്റെ ഒരു നിശ്വാസമായിട്ടൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ അനുഭവപ്പെടലുകളിലൂടെയാണ് ദൈവം വെളിപ്പെടുന്നതെന്ന് എനിക്ക് തോന്നി തുടങ്ങിയപ്പോൾ. എന്നെ അനുഭവിപ്പിക്കുകയാണ്, കാഴ്ചയിലൊന്നല്ല കേൾവിയിലൊന്നും അല്ലെങ്കിൽ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ടൊക്കെ ആയിരുന്നു നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 11-ാം പടിയിലേക്കൊന്ന് ചാടി വരാം. പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവവുമായി സമ്പർക്കം ദൃഢമാക്കുക. സമ്പർക്കം ദൃഢമാക്കുക. ഈ പ്രാർത്ഥനയും ധ്യാനവുമാണ് ദൈവസമ്പർക്കം ദൃഢമാക്കുന്ന 2 ഘടകങ്ങൾ എന്നാണ് പറഞ്ഞു വരുന്നത് ആ 11-ാം പടിയിൽ. കൂടാതെ ഞങ്ങൾക്ക് വേണ്ടി ദൈവഹിതം എന്തെന്നറിയുവാനും അത് നടത്തി കിട്ടുവാൻ വേണ്ട ശക്തി തരുവാനും മാത്രം പ്രാർത്ഥിക്കുന്നു. അല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യത്തിനകത്ത് കുറച്ച് അപേക്ഷ കൊടുക്കലും ആ വക അഭ്യാസങ്ങളൊന്നുമല്ല പ്രാർത്ഥന എന്ന് നമ്മുടെ 11-ാം പടിയിൽ ക്ലിയറായി പറയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വേണ്ടി ദൈവഹിതം എന്താ, വാട്ട് ഈസ് ഹി തിങ്കിങ് അബൌട്ട് അസ്, നമുക്ക് വേണ്ടി എന്താ ഉള്ളത് പുള്ളി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ദൈവഹിതം എന്തെന്നറിയുവാനും അത് നടത്തി കിട്ടുവാനും വേണ്ട ശക്തി തരുവാനും മാത്രം. ആ മാത്രമാണ് അതിലെ പ്രധാനപ്പെട്ട സാധനം.
അതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ധ്യാനം, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഓരോ മാർഗങ്ങളായിട്ട് നമുക്ക് കാണാം. അത് പരമോന്നതമായിട്ടുള്ള മാർഗങ്ങളായിട്ടും കാണാം. ദൈവവുമായിട്ടുള്ള നമ്മുടെ എന്താ പറയുക, സചേതനമായ ബന്ധത്തിൻ്റെ പരമോന്നതമായ മാർഗങ്ങളായിട്ട് പ്രാർത്ഥനയും ധ്യാനത്തെയും കാണാവുന്നതാണ്. ഈ പഴയൊരു പെർഷ്യൻ കവിയുണ്ട്, റൂമി എന്ന് പറഞ്ഞിട്ട്, എല്ലാവർക്കും അറിയുന്ന ആളാണ്. പുള്ളി 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നൊരു കക്ഷിയാണ്. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലുള്ള മൂടുപടമാണ് അഹംഭാവം. മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലുള്ള മൂടുപടമാണ് അഹംഭാവം. അപ്പൊ അവിടെ ഒരു അടുക്കാൻ പറ്റാത്ത രീതിയിലാവുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അടുക്കാൻ പറ്റാത്ത ഒരു ഇത്. നമ്മളെ 11-ാം പടിയിൽ സമ്പർക്കം ദൃഢമാക്കാനാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇവിടെ റൂമി പറയുന്നത് മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ള മൂടുപടമാണ് അഹംഭാവം, നമ്മളെ ഈഗോ. ആ ഈഗോ സെൻട്രിക് ആയിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ടാകുന്ന ദൈവ സാന്നിധ്യം കുറഞ്ഞു പോകാനായിട്ടുള്ള ഒരു കാരണത്തിലേക്കാണ് ചൂണ്ടുന്നത്. ഈ മൗലാന ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന പെർഷ്യൻ കവിയായിരുന്നു. അദ്ദേഹം ഒരു സൂഫി സന്യാസി കൂടിയായിരുന്നു. പുള്ളിയുടെ വളരെ രസകരമായ കുറെ സൂക്തങ്ങളുണ്ട്. നീ സമുദ്രത്തിലെ ഒരു തുള്ളിയല്ല, നീ ഒരു തുള്ളിയിലെ മുഴുവൻ സമുദ്രമാണ്. അതിനകത്തുള്ള ഒരു സ്പിരിച്വൽ എലമെന്റ് ഭയങ്കര അല്ലേ, എനിക്ക് അതിശയം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നീ സമുദ്രത്തിലെ ഒരു തുള്ളിയല്ല, നീ ഒരു തുള്ളിയിലെ മുഴുവൻ സമുദ്രവുമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ പുള്ളിയുടെ മറ്റൊരു വാചകമാണ്, നീ അന്വേഷിക്കുന്നത് നിന്നെ അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് എന്തിനെയാണോ അത് നമ്മളെയും തേടുന്നുണ്ട്. അത് തന്നെ അതിനകത്തുള്ളൊരു വലിയ ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മളെ അന്വേഷിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ വിഷമങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വളരെ ബോധവാൻ, നമ്മളതൊക്കെ ഈശ്വരനോട് സംസാരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട് പ്രാർത്ഥനയിലൂടെ. റൂമി പറയുന്നത് മുറിവ് എന്നത് നിന്നിലേക്ക് വെളിച്ചം പ്രവേശിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കൊരു മനോവിഷമം ഉണ്ടെങ്കിൽ അതിനെ ഒരു മുറിവായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിലൂടെയാണ് വെളിച്ചം നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്നുകൂടി പറയുന്നുണ്ട് റൂമി, പ്രാർത്ഥനയിൽ എല്ലാവരും തുല്യരാണ്. പ്രാർത്ഥനയിൽ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലെത്താം. ഈ ബുദ്ധിമുട്ടുകളെ നോക്കിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒത്തിരി കഷ്ടപ്പാടുകളും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ അതിലേക്ക് കണ്ണു നട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തെ കണ്ണു നട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും അതിലും നല്ലത്. അത് കോൺട്രഡിക്ഷൻ ആണത്. ഈ ബുദ്ധിമുട്ടുകളെ നോക്കി പ്രാർത്ഥിക്കുന്നതിന് പകരം ദൈവത്തിൽ കണ്ണു നട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും നമ്മുടെ മീറ്റിംഗ് ഹാളിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. അവസാനമൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ ഷെയറിങ് നിൽക്കുന്ന സമയത്ത് ഒരു മെമ്പർ എപ്പോഴും പറയുന്നൊരു കാര്യം, പലപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ് മീറ്റിംഗ് ഹാളുകളിൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അല്ലേ? ഓർത്ത് നോക്കിയാൽ അറിയാം, പല മെമ്പേഴ്സിൻ്റെ വായിൽ നിന്നും വീഴുന്നൊരു വാക്കാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ചിലപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണമേ. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടാവും, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണമേ. നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥന മാത്രം മതിയോ? ഈ പണിയെടുക്കുക, പ്രവർത്തിക്കുക എന്നുള്ള ഒരു കാര്യമില്ലേ? ഇത് പഴയൊരു മെമ്പർ ചോദിച്ചാൽ പോയി പണിയെടുക്കടാന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. നീ പ്രാർത്ഥിച്ചതുകൊണ്ട് ആരും സുബോധവാനായി നിൽക്കില്ല, പക്ഷെ നീ പണിയെടുത്താൽ മാത്രമേ അവൻ സുബോധവാനായിട്ട് നിൽക്കുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ, ഒരു മെമ്പർ എന്നെ ഫോൺ ചെയ്യുന്നു, ആ മെമ്പറിന് വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിരിക്കുക, അവനാവശ്യം ഒരു സാന്ത്വനമൊക്കെയാണ്, ഓക്കെ.
അപ്പം ഞാൻ മറുപടി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കാരണം ഞാൻ ഒരു അല്പം തിരക്കിലൊക്കെ ആയിരിക്കും. എല്ലാ സമയത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ കേട്ടിരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. നമ്മൾക്ക് തിരക്ക് പിടിച്ചൊരു സമയത്തായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും, നീ വിഷമിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെയാണ് നമ്മുടെ ഈ പഴയ മെമ്പർ പറഞ്ഞ കാര്യം, പ്രാർത്ഥിച്ചത് കൊണ്ടല്ല കാര്യം, പ്രവർത്തിക്കുന്നത് കൊണ്ട് അതാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം. പോയി പണിയെടുക്കടാ എന്നുള്ള ആ വാക്ക്. പക്ഷെ വേറൊന്നുണ്ട് കേട്ടോ, ഈ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയുണ്ടല്ലോ, മുമ്പേ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പം മറ്റൊരാൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന ഒരുപക്ഷെ അയാളെ മാറ്റിയെന്നിരിക്കില്ല, അയാളെ മാറ്റിയെന്നിരിക്കാം, മാറ്റാതിരിക്കുകയും ചെയ്യാം, അയാൾ മാറുകയും മാറാതിരിക്കുക എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ അതെപ്പോഴും നമ്മളെ മാറ്റും എന്നുള്ളത്. മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അയാളെ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്തോട്ടെ, പക്ഷെ അത് നമ്മളെ മാറ്റിയെടുക്കും എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് അവിടെ. കണ്ണടയ്ക്കുക, വായടയ്ക്കുക, ഹൃദയം തുറക്കുക, ഇതാ അത്രയേ ഉള്ളൂ പ്രാർത്ഥന. കണ്ണടയ്ക്കുക, വായടയ്ക്കുക, ഹൃദയം തുറക്കുക. അതായത് ദൈവഹിതം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ദൈവഹിതവും എൻ്റെ ഹൃദയവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം, അങ്ങനെ സങ്കല്പിക്കാവുന്നതാണ് പ്രാർത്ഥനയെ. ദൈവഹിതവും എൻ്റെ ഹൃദയവും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ട് പ്രാർത്ഥനയെ കാണാവുന്നതാണ്. ഈ ദൈവത്തിൻ്റെ കയ്യിൽ മുമ്പേ ഞാൻ പറഞ്ഞ ആ സ്റ്റിയറിംഗ് വീൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സമാധാനം തന്നെയാണ്. നമ്മളെ ലെറ്റ് ഗോ എന്ന് പറയുന്ന ആ സാധനം, ആ വിട്ടുകൊടുക്കൽ. അപ്പം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ കുടിച്ചു നടന്ന കാലത്തൊക്കെ എൻ്റെ വണ്ടി ഓടിച്ച ആൾ ദൈവം തന്നെ ആയിരിക്കണം. ഞാൻ പുറകിലിരുന്ന് ഇങ്ങനെ വീട്ടിലെത്തുക എന്നുള്ള ആ ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയില്ല, വീട്ടിലെത്തി പിറ്റേ ദിവസമൊക്കെ ഈ ബ്ലാക്ക് ഔട്ടിലൊക്കെ എങ്ങനെ വീട്ടിലെത്തി എന്നൊക്കെയുള്ള ആ ചിന്തയൊക്കെ ഇപ്പം എന്നെ ഭയപ്പെടുത്താറുണ്ട്. കാരണം ഒരു രക്ഷയില്ല, ബ്ലാക്ക് ഔട്ടിലൊക്കെ ഈ നഗരത്തിലൂടെയൊക്കെ വണ്ടി ഓടിച്ചൊക്കെ വന്നത്, ആ സമയത്തൊക്കെ ഒരുപക്ഷെ നമ്മളുടെക്കാളും വലിയൊരു ശക്തി ആയിരിക്കും സ്റ്റിയറിംഗ് വീല് പിടിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോഴും എനിക്കറിയാം, ഇപ്പോഴും ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം എൻ്റെ പുറകിലുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ട്. അപ്പം ഇപ്പം ഞാനാണ് ഓടിക്കുന്നതെങ്കിൽ എൻ്റെ പുറകിലുണ്ട്, പില്ലിയൻ റൈഡറായിട്ട് ആ പാർട്ടി ഉണ്ട്. അതായത് നമ്മൾ പലപ്പോഴും ഈ ദൈവചിന്ത, പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന കാര്യം, ഈ പനി വരുമ്പം മാത്രം നമ്മൾ കഴിക്കുന്ന ഒരു ഡോളോ 650 എന്ന് പറഞ്ഞൊരു ഗുളികയില്ലേ, അതുപോലെയൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ പ്രാർത്ഥന. നമുക്കൊരു വിഷമം വരുമ്പോൾ മാത്രം എടുത്തുപയോഗിക്കുന്ന ഒരു കാര്യം. അപ്പോൾ പനി വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഡോളോ 650 ഗുളിക തന്നെയായിരിക്കണം പ്രാർത്ഥന. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവം എന്ന് പറഞ്ഞ നീതി മെഡിക്കൽ സ്റ്റോറിലെ മുതലാളിയായിരിക്കും. അത്തരത്തിൽ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയും അല്ലാത്ത സമയത്ത് ഇതെല്ലാം ഇല്ലാതെ തന്നെ സ്വന്തം കാലിലിങ്ങനെ സുബോധവാനായി ജീവിച്ചു പോരുകയും ചെയ്യുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മളൊക്കെ മനുഷ്യരല്ലേ, ആഫ്റ്റർ ഓൾ നമ്മളൊക്കെ എല്ലാ ദൗർബല്യങ്ങളും എല്ലാ കുഴപ്പങ്ങളും പിടിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് കടുംപിടുത്തങ്ങളൊന്നും പിടിക്കാൻ പറ്റില്ല പല കാര്യത്തിൽ. നന്നായി വരുന്നുണ്ട് എന്നല്ല നമ്മൾ പറയുന്നത്, അല്ലാണ്ട് പൂർണ്ണമായിട്ടുള്ള നന്നാവലല്ല നടക്കുന്നത്. നന്നായി വരുന്നുണ്ട്, കുറേശ്ശെ കുറേശ്ശെ, അല്പാൽപ്പം. ഈ ശരീരത്തിന് അത്യാവശ്യം വേണ്ട സാധനം വെള്ളം, വെളിച്ചം, ഭക്ഷണം. അതുപോലെ ആത്മാവിനുള്ള ഒരു അവശ്യ വസ്തുവാണ് പ്രാർത്ഥന. അതെനിക്കിപ്പോൾ തോന്നാറുണ്ട്. ഈ ശരീരത്തിന് വെള്ളം വേണം, വെളിച്ചം വേണം, അന്നം വേണം, അതുപോലെ ആത്മാവിന് വേണ്ട ഒരു അവശ്യ വസ്തു അതാണ് പ്രാർത്ഥന എന്ന് തോന്നുന്നുണ്ട് ഇപ്പം. ആദ്യം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴത് നന്നായി തോന്നുന്നുണ്ട്. അപ്പം ആത്മാവിനുള്ള ഈ അവശ്യ വസ്തു അത് അത്യാവശ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഈശ്വരനിലേക്കുള്ള ഒരു 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 ഗൂഗിൾ മാപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈശ്വരനിലേക്കുള്ളൊരു ഗൂഗിൾ മാപ്പ്
അതായിരിക്കണം പ്രാർത്ഥന. അങ്ങോട്ടേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു മാപ്പ്, ഒരു വഴികാട്ടി. അങ്ങനെയൊക്കെ കാണാം. അടുത്തായിട്ട് നമുക്ക് ഈ ധ്യാനത്തിലേക്ക് കടക്കുമ്പം മറ്റൊരു കാര്യമാണ് മനസ്സിൽ തോന്നുന്നത്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നതും ധ്യാനം എന്ന് പറയുന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ അന്വേഷണങ്ങളല്ലേ? അതായത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയല്ലേ പ്രാർത്ഥനയും അല്ലെങ്കിൽ ധ്യാനവും എല്ലാം നടത്തുന്നത്. നമ്മളെ പടിയിൽ പറഞ്ഞ മാതിരി നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിന് ചിലപ്പം ഈ പറഞ്ഞ വ്യക്തമായ ഫലങ്ങളൊന്നും കിട്ടിയെന്നിരിക്കില്ല, അല്ലെങ്കിൽ യഥാർത്ഥ തെളിവുകളൊന്നും ലഭിച്ചോളണമെന്നില്ല. അപ്പം പലപ്പോഴും ഇതൊക്കെ ഈ പ്രാർത്ഥനയും ധ്യാനമൊക്കെ ഒരു തരം നിഷ്ഫലമായ പ്രവൃത്തിയാണെന്ന് തോന്നാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ വക അന്വേഷണങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഒരുപാടുണ്ട്, ചില്ലറയല്ല. ഈ തരത്തിലുള്ള നമ്മുടെ ഈ അന്വേഷണാത്മകത നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. ആ മാറ്റങ്ങൾ ക്രിയാത്മകമായ മാറ്റങ്ങളാണ്. എന്ന് വെച്ചാൽ വളരെ കൺസ്ട്രക്റ്റീവാണ്. അത് ഗുണപരമായ മാറ്റങ്ങളാണ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, അതൊക്കെ ഓരോ വെളിപാടുകളായിട്ട് തന്നെ ഉള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് കിട്ടുന്ന ഓരോ വെളിപാടുകളുണ്ടല്ലോ, അതുപോലത്തെ കാര്യങ്ങൾ ആയിട്ട് തോന്നാറുണ്ട്. അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ദൈവവുമായിട്ട് എൻ്റെ സമ്പർക്കം ദൃഢമാവുകയാണ്. പടിയിൽ പറഞ്ഞ അതേപോലെ ഞാൻ മനസ്സിലാക്കുന്ന ദൈവവുമായിട്ട് എൻ്റെ സമ്പർക്കം ദൃഢമാവുകയാണ്. ഇറ്റ്സ് ബിക്കമിങ് സോളിഡ്, ഇറ്റ്സ് ബിക്കമിങ് കോൺക്രീറ്റ് ആയി മാറുകയാണ്. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കണക്കിന് നമ്മളെക്കാളും നമ്മളെ ഉയർന്ന ശക്തിയുമായിട്ട് ഒരു സജീവമായ ഒരു ആശയവിനിമയത്തിൻ്റെ ഒരു രൂപം, ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഫോം ആയിട്ട് പ്രാർത്ഥനയെ കാണാമെങ്കിൽ ധ്യാനത്തെ എങ്ങനെയാണ് നമ്മൾ കാണുക? അതേ ശക്തിയെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും ഉൾവിളികൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയ. അതായത് പ്രാർത്ഥന ഉയർന്ന ശക്തിയുമായിട്ട് സജീവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എങ്കിൽ, ധ്യാനം എന്ന് പറയുന്ന അതേ ശക്തിയെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും അവിടെ നിന്നുള്ള ഉൾവിളികൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ധ്യാനം എന്ന് പറയുമ്പം ഈ ആന്തരികമായ അവബോധം, ഒരു ഇന്നർ അവെയർനെസ്, ഇത് വളർത്തിയെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് കണക്കാക്കാൻ പറ്റും. ആന്തരികമായിട്ടുള്ള നമ്മുടെയൊക്കെ ഒരു അവബോധം വളർത്തിയെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് ധ്യാനത്തെ നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സംസാരം, ഇല്ലെങ്കിൽ എൻ്റെ നിങ്ങളുടെയൊക്കെ വിഷമം പങ്കിടുക ഈശ്വരനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ തെറ്റുകൾ, നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് തെറ്റുകൾ ഏറ്റു പറയുക, ഒരു കുമ്പസാരം മട്ടിൽ അതാവാം. ഇനി നന്ദി പ്രകാശിപ്പിക്കാനായിട്ടുള്ള ഒരു വേദി, പ്രാർത്ഥന, അങ്ങനെയും കാണാം. നമുക്ക് അദ്ദേഹത്തോടുള്ള നന്ദി, നമുക്ക് ഇത്രയൊക്കെ ചെയ്തു തന്നല്ലോ, അതുകൊണ്ട് ഒരു താങ്ക്സ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയുന്ന കാര്യം, അതിനുള്ള ഒരു സന്ദർഭമായിട്ട് പ്രാർത്ഥനയെ നമുക്ക് വിലയിരുത്താം. അതുമല്ലെങ്കിൽ നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കൽ, അങ്ങനെയൊക്കെയാണല്ലോ നമ്മളെ സർക്കാർ ഓഫീസിലൊക്കെ അപേക്ഷ സമർപ്പിക്കണം ഒരു കാര്യം കിട്ടാൻ, ലഭ്യമാക്കാൻ. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയായിട്ട് പ്രാർത്ഥനയെ കാണാമെങ്കിൽ, ധ്യാനത്തെ നമ്മൾ മനസ്സ് ശാന്തമാക്കുന്ന അതിലാണ് ഊന്നൽ കൊടുക്കുന്നത്. ധ്യാനം മനസ്സ് ശാന്തമാക്കുന്നതിലാണ് ഊന്നൽ. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഫോക്കസിങ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ഏകാഗ്രത, അത് വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു ഉപാധി. ധ്യാനത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ സമാധാനം കൈവരിക്കാൻ
എന്നുള്ളൊരു അതിന് പറ്റിയൊരു കാര്യം. നമ്മൾ ഈ പറയുന്ന എപ്പോഴും പറയുന്ന നമ്മളെ പ്രാർത്ഥനയിൽ പറഞ്ഞ സെറിനിറ്റി ഉണ്ടല്ലോ, അത് കണ്ടെത്തൽ, നമ്മളെ പ്രശാന്ത മനസ്ഥിതിയെ കണ്ടെത്തുക, അതിന് സഹായിക്കുന്ന ഒരു ഉപാധിയായിട്ട് ധ്യാനത്തെ നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. ഏറ്റവും എളുപ്പത്തിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായി സംസാരിക്കുക ആണെങ്കിൽ ധ്യാനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കേൾക്കുക എന്നുള്ളതാണ്. അത് പലപ്പോഴും പലർക്കും ഞാൻ കേട്ടിട്ടില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു സംസാരമാണെങ്കിൽ ധ്യാനം എന്ന് പറഞ്ഞത് ദൈവത്തെ കേൾക്കുക എന്നുള്ളതാണ്. ദൈവത്തെ കേൾക്കുക, അത് നമ്മളെ മീറ്റിംഗ് പ്ലേസിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നൊരു സ്ലോഗൻസ് നമ്മൾ കെട്ടിത്തൂക്കിയിടാറുണ്ടല്ലോ. അതിലുള്ളൊരു സ്ലോഗൻസിൽ ഒന്നാണ് ലിസൺ ലിസൺ ലിസൺ. 3 തവണ നമ്മളെ ഇവരുടെ ആരുടെ ഏതോ FM സ്റ്റേഷൻ്റെ ഒരു പരസ്യം ഉണ്ടല്ലോ, കേൾക്കുക കേൾക്കുക കേട്ടുകൊണ്ടേയിരിക്കുക എന്ന്. ഏത് സ്റ്റേഷനാണെന്ന് ഞാൻ മറന്നു. അതുപോലെ തന്നെ നമ്മളെപ്പോഴും കാണുന്നതാണ് മീറ്റിംഗ് പ്ലേസിൽ ലിസൺ ലിസൺ ലിസൺ. ഇതുപോലെ മറ്റൊരു സാധനമുണ്ട്, തിങ്ക് തിങ്ക് തിങ്ക്. 3 തവണ ചിന്തിക്കുക എന്നുള്ളത് അതുണ്ട്. അപ്പം ഈ ലിസൺ ലിസൺ ലിസണില് അവിടെ ഒരു ധ്യാനാത്മകതയുണ്ട്. അതായത് മറ്റുള്ളവരുടെ ഷെയറിങ് കേൾക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ, മറ്റൊരാളുടെ ഷെയറിങ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? എനിക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഏകനല്ല, ഞാൻ ഒറ്റപ്പെട്ടവനല്ല എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാറുണ്ട് വേറൊരാളുടെ ഷെയറിങ് കേൾക്കുമ്പോൾ. കാരണം ഞാൻ അനുഭവിച്ച അതേ വേദന, ദുരിതം അല്ലെങ്കിൽ ദുരന്തങ്ങൾ അതൊരു ഒറ്റപ്പെട്ട അനുഭവമല്ല എന്നെനിക്ക് ബോധ്യം ലഭിക്കുന്നു. ഇത് ലിസണിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് കിട്ടുന്നു, കേൾവിയുടെ ഒരു ഭാഗമായിട്ട് കിട്ടുന്നു. കേൾക്കുക 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 എന്നുള്ളത് അവിടെ ധ്യാനാത്മകമായ രീതിയിൽ അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, മറ്റൊരാളുടെ ഷെയറിങ് കേൾക്കുമ്പോൾ സംഭവിക്കുന്നത്, ഈ തലയിൽ നിന്നും ചങ്കിലേക്ക്, ഹൃദയത്തിലേക്ക് കേൾവി സഞ്ചരിക്കുന്നതായിട്ട് തോന്നും. തലയിൽ നിന്നും ചങ്കിലേക്ക് കേൾവി സഞ്ചരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഭൗതികമായ ഒരു ധാരണയിൽ നിന്നും, തല എന്ന് പറയുന്ന ഒരു ഭൗതികം ഒക്കെ ആയിട്ടുള്ള ഒരു ധാരണയുടെയൊക്കെ സ്ഥലമായിട്ടാണല്ലോ നമ്മൾ മസ്തിഷ്കത്തെ എപ്പോഴും കാണാറുള്ളത്. അപ്പം ഭൗതികമായ ആ ധാരണയിൽ നിന്നും ഒരു വൈകാരികമായ ബന്ധത്തിലേക്ക് അപരൻ്റെ വാക്കുകൾ സഞ്ചരിക്കുന്നു. നമ്മൾ കേൾക്കുമ്പോൾ സംഭവിക്കുന്നത്, ഒരു ഷെയറിങ് കേൾക്കുമ്പോൾ സംഭവിക്കുന്നത്. അവിടെയും നമ്മൾ ഫോക്കസ് ചെയ്ത് ഏകാഗ്രതയോടുകൂടി ഷെയറിങ് കേൾക്കുമ്പോൾ മാത്രമേ ഇതൊക്കെ സംഭവിക്കുന്നുള്ളൂ. അതാണ് ധ്യാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഏകാഗ്രത നമ്മളിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. ഈ വളർത്തിയെടുക്കപ്പെട്ട ഏകാഗ്രത, ധ്യാനത്തിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരു ഏകാഗ്രത, നമ്മൾ ഒരു മീറ്റിംഗ് ഹാളിൽ പോകുമ്പം ഒരു ഷെയറിങ് കേൾക്കുന്ന സമയത്ത്, അത് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ മാറ്റങ്ങളാണിത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണപരമായ നേട്ടം ഇതാണ്. ഒരാൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്ന സമയത്ത് മറ്റൊരാൾ ഷെയർ ചെയ്യുന്ന ആ കാര്യങ്ങൾ അയാൾ എങ്ങനെയാണ് അയാൾ ഏറ്റെടുക്കുന്നത്, അയാളിലേക്ക് എങ്ങനെയാണ് അത് എത്തിപ്പെടുന്നത്, അതുപോലെ ആയിരിക്കില്ല മെഡിറ്റേഷനൊന്നും പ്രാക്ടീസ് ചെയ്യാതെ ചുമ്മാ വന്നിരിക്കുന്ന ഒരാൾക്ക്. അതാണ് ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. 2 അവസ്ഥകളാണത്. ധ്യാനം പരിശീലിച്ചിട്ടുള്ള ഒരാൾക്ക് ലഭ്യമാകുന്നത് ഈ ഏകാഗ്രത കൊണ്ട് നേടിയെടുക്കുന്ന ശ്രദ്ധിക്കാനുള്ള കഴിവാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, അവിടെ മീറ്റിംഗ് ഹാളിലൊക്കെ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാറി ഇപ്പുറത്തൊക്കെ ഇരുന്ന് ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെ മുൻബെഞ്ചിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് ഈ ചുരണ്ടി കളിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ ഏകാഗ്രത പോകുന്നൊരു കാര്യം. അല്ലെങ്കിൽ അയാൾ ചങ്ക് പൊളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുക, അയാൾ വിഷമിച്ച് അയാളുടെ വിഷമം ഇറക്കി വെക്കാൻ മറ്റൊരു സ്ഥലവും ഇല്ല, മീറ്റിംഗ് പ്ലേസ് മാത്രമേ ഉള്ളൂ. അവിടെ വന്ന് അയാളുടെ സങ്കടങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്കൊരു ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാത്ത വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സങ്കടം പിടിച്ചൊരു കാര്യമാണ്, അല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്.
അപ്പം അവിടെയൊക്കെ ഈ ഏകാഗ്രത കുറവാണ്. ഇപ്പം ഞങ്ങളൊക്കെ കുട്ടികളെ മറ്റേ കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നൊരു കാര്യമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. അവർക്ക് അധിക സമയമൊന്നും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. മുമ്പ് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 23 മിനിറ്റാന്നൊക്കെ, ഇതിൻ്റെയൊക്കെ എത്ര കൃത്യതയുണ്ടെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴത് കുറഞ്ഞു 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 വന്നിട്ട് ഒരു 5 മിനിറ്റ് പോലും ഒരു കുട്ടിക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഈ കുട്ടികളുടെ സൈക്കോളജിയൊക്കെ പഠിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ പിള്ളേർക്കായാലും ഈ പറഞ്ഞ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സ്കൂൾ സിലബസിലേക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. നമ്മൾക്ക് ആൽക്കഹോളിക്സിന് ഇത് നമുക്ക് ലഭ്യമാണ്. നമുക്കിത് പടികളിൽ പറഞ്ഞുകൊണ്ട് മാത്രം ആയില്ല, നമുക്കത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ആ ഒരു കാര്യം, ഈ ധ്യാനം എന്നൊക്കെ പറഞ്ഞ കാര്യം നമ്മൾ ജീവിതത്തിലേക്ക് നമ്മളിത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ജീവിതം തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഗുണപരമായിട്ട് ക്രിയാത്മകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ല കാര്യമല്ലേ? അപ്പോഴല്ലേ നമ്മൾ പടികൾ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ ഓടിച്ച് കടന്നു പോകുന്നു മാത്രമേ ഉള്ളൂ. അവിടെയും ഒരു ആഴത്തിൽ പടികളിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. അവിടെയും പടികളിലേക്ക് ഏതാ പടിയായാലും അതിനെ ധ്യാനാത്മകമായിട്ട് തന്നെ വേണം നമ്മൾ കണക്കാക്കാൻ. അല്ലാതെ ഒരു ഉഴപ്പൻ മട്ടിൽ പടികൾ ചെയ്ത് പോയിട്ട് കാര്യമായിട്ട് വലിയ ഗുണമൊന്നും കിട്ടാനില്ല. ആരും ചോദിച്ചാൽ ഞാൻ പടികളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാ എന്ന് ഞെളിഞ്ഞു നിന്ന് പറയാന്നല്ലാതെ ഇതിനകത്തേക്കൊരു ഏകാഗ്രത ഇല്ലാതെ നമ്മൾ ഒരു പടി പ്രാക്ടീസ് ചെയ്യുന്നതിൽ കാര്യമായിട്ടൊരു ആർക്കും ഒരു മെച്ചമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അല്പം കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് വേണം ഓരോ പടികളും നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഷെയറിങ്ങിന് പോയിരിക്കുമ്പം മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്ന സമയത്തും നമ്മൾ പാലിക്കേണ്ട മിനിമം മര്യാദകളിൽ ഒന്നാണ് ശ്രദ്ധിക്കുക എന്നുള്ളത്. ആ ശ്രദ്ധ ഇല്ലാതെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധ നമുക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, നമുക്ക് ലഭ്യമാകേണ്ട പല അനുഭവങ്ങളും നമുക്ക് ഇല്ലാതെയായി പോവുകയാണ് അശ്രദ്ധ മൂലം. പക്ഷെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ, അതും നമ്മൾ കണക്കിലെടുക്കണ്ടേ? അപ്പോൾ അവിടെയെല്ലാം ആ ശ്രദ്ധ എന്ന് പറയുന്ന കാര്യം, കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന കാര്യം, ആ ഏകാഗ്രത എന്ന് പറയുന്ന കാര്യം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ധ്യാനം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് ഇത് അല്പം കൂടി എളുപ്പമായിരിക്കും. ഈ കാര്യം ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ അങ്ങോട്ട് ഊന്നൽ കൊടുക്കാനായിട്ടും അവിടെ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അതും അത്യാവശ്യമാണല്ലോ. ഊന്നൽ കൊടുത്തോണ്ട് മാത്രം ആയില്ല, നമ്മൾ അവിടെ ഉറച്ചു നിൽക്കുകയും വേണം. വ്യതിയാനങ്ങൾ പാടില്ല. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ഒരു റൂമിലിരിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അയാളുടെ ശബ്ദം മാത്രമാണ് നമ്മുടെ ആകെയുള്ളൊരു കാര്യം. അയാൾ വിനിമയം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ വിമ്മിഷ്ടങ്ങളും സങ്കടങ്ങളും എല്ലാം ഏറ്റെടുക്കുന്ന ഒരു സ്രോതസ്സായിട്ട് നമ്മൾ മാറണം. അവിടെയാണ് ഈ ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു വലിയ മെച്ചം കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കേൾവിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാം. ഈ കേൾവി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഈ ലിസൺ 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 എന്നുള്ള ആ സൂക്തം, കേൾവി കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിചാരിക്കാത്ത വേറെ പല ഗുണങ്ങളും ഉണ്ട് എന്നുള്ളത്. നല്ലൊരു കേൾവിക്കാരൻ്റെ അഹംഭാവം കുറയുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. മറ്റൊരാളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ പറഞ്ഞ ഞാൻ 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 എന്നുള്ള ഭാവം ഒരല്പം താഴോട്ട് പോകുന്നുണ്ട്. അത് നാച്ചുറലാണ്, സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവണതയാണത്. നമുക്ക് മറ്റൊരാളെ കേൾക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നൊരു സമയവും നമ്മൾ അയാൾക്ക് അലോട്ട് ചെയ്യുന്നൊരു സ്പേസും എല്ലാം നമ്മളെ മാത്രം, ഞാൻ മാത്രമുള്ള ഒരു സ്പേസിൽ നിന്നും നമ്മളെ മുക്തരാക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു കൊടുക്കൽ വാങ്ങൽ അവിടെ നടക്കുന്നുണ്ട്. അത് നടക്കുന്നില്ല. ഈ അഹംഭാവം മൂത്തിരിക്കുന്ന ഒരാൾക്ക് അയാളല്ലാതെ മറ്റൊരാളും പറയുന്നത് കേൾക്കാൻ പോലുമുള്ള സന്നദ്ധത ഉണ്ടാവാറില്ല പലപ്പോഴും. അപ്പോൾ ഈ കേൾവി എന്ന് പറയുന്ന കാര്യം നമുക്ക് ഈ സന്നദ്ധതയാണ് തരുന്നത്. ശ്രദ്ധിച്ച് നമ്മൾ ഒരാളെ കേട്ടിരിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്നും അഹംഭാവം ഒരു പരിധിവരെ
അറ്റ്ലീസ്റ്റ് ആ ഒരു സന്ദർഭത്തിലെങ്കിലും മാറിപ്പോകുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കാൻ പഠിക്കുകയാണ് നമ്മൾ. ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രദ്ധ എന്ന് പറയുന്ന കാര്യം മുൻവിധികൾ ഇല്ലാതാകുന്നുണ്ട് നമുക്ക്. ഇപ്പം അതും നമുക്ക് മീറ്റിംഗ് പ്ലേസുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കാം. ഒരാളെ നമ്മൾ, ഒരു പുതുമക്കാരൻ കയറി വരുന്നു, അയാൾ പേര് പറഞ്ഞ് അയാളുടെ കുടിയെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ തലയ്ക്കകത്ത് കുറേ പാറ്റേൺസ് ഉണ്ടാവും. ഓക്കെ, കുറേ വാർപ്പ് മാതൃകകളൊക്കെ ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടുള്ള അനേകം മദ്യാസക്തരുണ്ടാവും. ഇവരുടെ എല്ലാം വെച്ചിട്ട് നമ്മൾ ആകെ മൊത്തത്തിൽ ഇയാളെ അങ്ങോട്ട് അനലൈസ് ചെയ്തിട്ട് ഇയാൾ ഇങ്ങനെയാണ്, ഓ അവന് അധികകാലമൊന്നും ഏലുണ്ടാവില്ല, തീർപ്പ് കൽപ്പിക്കുകയാണ്. നമ്മളങ്ങോട്ട്, നമ്മളാരാ നമ്മളും അതുപോലെ ഒരാൾ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇവൻ കൂടി വന്ന അവന്റെ വർത്തമാനത്തിന്റെ രീതിയിൽ എങ്ങാനും അല്പം എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതങ്ങ് പറഞ്ഞു കഴിഞ്ഞു. എത്ര കാലം ഉണ്ടാവും കണ്ടറിയാം എന്നൊക്കെയുള്ള രീതിയിൽ. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഒരു കാലത്ത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരാൾ തന്നെ ആയിരുന്നല്ലോ. ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ സമയത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മളെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാവോ ഏല്? അങ്ങനെ തിരിച്ചിട്ടൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം അവരനെ സ്വീകാര്യനായിട്ട് നമുക്ക് മാറാൻ പറ്റണം എന്നുള്ളതാണ്. ഇതൊരു നന്മയുടെ ഭാഗം മാത്രമല്ല, ഇതൊരു മനുഷ്യന് അത്യാവശ്യം വേണ്ട ഇതിനെ നന്മ എന്ന് പോലും വിളിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു സ്വഭാവം തന്നെയാണിത്, ഈ അപരനെ സ്വീകരിക്കുക എന്നുള്ളത്. കാരണം ആ വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ മാറുക. ഇതെല്ലാം നമ്മുടെ ഈ ആത്മീയമായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടായി വരേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എന്ത് വളർച്ചയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്? കുടിക്കാതിരിക്കുന്ന ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഊറ്റം കൊണ്ടിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്പിരിച്വൽ ഗ്രോത്ത് തന്നെയാണ്. അതല്ലേ ആൽക്കഹോളിക്സ് അനോണിമസ്. ഇറ്റ്സ് ഓൾ അബൌട്ട് സ്പിരിച്വാലിറ്റി. അല്ലാതെ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. നമ്മൾ അങ്ങനെ അങ്ങോട്ട് അതിനെ പറ്റിയിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മളിവിടെ കൂടിയിരുന്നിട്ട് ഈ ധ്യാനത്തെ പറ്റിയിട്ടോ പ്രാർത്ഥനയെ പറ്റിയിട്ടോ ഒന്നും ഇങ്ങനെ ഈ മുടി നാരിഴ കീറേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇനി നമുക്ക് ഈ തിങ്ക് എന്നുള്ള കാര്യം, ഇതും നമ്മൾ പറഞ്ഞ വിഷയമായിട്ട് വളരെയധികം ബന്ധമുള്ള കാര്യം. ഈ ചിന്തിക്കുക. ഇത് ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സ്ലോഗൻ തല കുത്തനെ ഇട്ടതായിട്ടും കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. നേരെ ചൊവ്വേ 3 പ്രാവശ്യം തിങ്ക് എന്ന് എഴുതി വെക്കുന്ന സ്ലോഗൻസും ഉണ്ട്. അത് തല കുത്തനെ ഇട്ടിട്ടുള്ള ഒരു രീതിയും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് ഹാളുകളിൽ കാണാറുണ്ട്. ഇത്രയും ആലോചിച്ചാൽ മതി. ഈ തിങ്ക് എന്ന് പറയുന്ന കാര്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ചിന്തിച്ചിട്ടാണോ സംസാരിക്കുന്നത്? നമ്മളെ വീടുകളിലായാലും നമ്മുടെ ഓഫീസുകളിലായാലും നമ്മൾ ഇടപഴകുന്ന സമൂഹത്തിലായാലും നമ്മൾ എത്രമാത്രം ചിന്തിച്ചിട്ടാണ് സംസാരിക്കുന്നത്? ആ ഒരു സ്വയം വിമർശനാത്മകമായിട്ട് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പലപ്പോഴും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നും അല്ല പറയുന്നത് കാര്യങ്ങൾ. അതങ്ങ് വരിക. അതിന് നമ്മൾ പറയത്തില്ലേ, എന്താ പറയുക, നമ്മുടെ മസ്തിഷ്കവും നമ്മുടെ നാവും രണ്ടിനും എല്ലില്ലാത്ത അവയവങ്ങളാണ്. അവ മസ്തിഷ്കത്തിൽ നിന്ന് നാവിലേക്കുള്ള ദൂരം വളരെ കുറവാണ് അല്ലേ? അവിടെ തന്നെയാണ് അവിടെ തന്നെയാണ് രണ്ടും ഇരിക്കുന്നത്. അതുകൊണ്ട് തലയിൽ തോന്നിയൊരു കാര്യം വായി തോന്നിയ പോലെ അങ്ങ് വിളിച്ചു പറയുന്ന സ്വഭാവം, അവിടെ ചിന്ത നടക്കുന്നില്ല. അവിടെ ഈ THINK എന്ന് പറയുന്നതിന് സായിപ്പ് ഇങ്ങനെ അതിനൊരു എന്താ പറയുക, അർത്ഥങ്ങൾ ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥം കൊടുത്തിട്ടുണ്ട്. രസമുണ്ട് കേൾക്കാനും കാണാനും വായിക്കാനും ഒക്കെ നല്ല രസമുണ്ട്. THINK ആണ് തിങ്ക്. അപ്പൊ അതിൽ ടി എന്ന് പറയുന്നത് ട്രൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്ന വാക്കുകൾ സത്യമാണോ എന്നൊന്ന് ചിന്തിക്കുക.
ഞാൻ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അപ്പോൾ ആദ്യത്തെ ടി ആയി. പിന്നെ പറയുന്ന എച്ച് ആണ്. THINKയിലെ രണ്ടാമത്തെ അക്ഷരം എച്ച്, ഹെൽപ്ഫുൾ. ഞാൻ പറയുന്ന വാക്കുകൾ സഹായകരമാണോ? ആർക്കെങ്കിലും അത് സഹായം ചെയ്യുന്നുണ്ടോ എൻ്റെ വാക്കുകൾ? അപ്പോൾ TIHI. ഇനി ഐ ആണ് വരുന്നത്. THINKയിലെ ഐ, ഇൻസ്പയറിംഗ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രചോദനം നൽകുന്നുണ്ടോ എൻ്റെ വാക്കുകൾ ആർക്കെങ്കിലും? ആ ഒരു ചിന്ത ഉണ്ടാവണം. ഇപ്പം നമ്മൾ പറഞ്ഞ ആ THI, ഇനി N, നെസസറി. ഇത് എൻ്റെ വാക്കുകൾ ആവശ്യമുള്ളതാണോ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഒരു വാക്കെടുത്ത് പ്രയോഗിക്കാൻ എന്നുള്ളതാണ്. അവസാനത്തത് കെ, അത് കൈൻഡ്നെസ് എന്നുള്ള ആ ഒരർത്ഥത്തിൽ. എൻ്റെ വാക്കുകൾ ദയാപരമാണോ? അതിലല്പമെങ്കിലും ദയ ഉണ്ടോ? അപ്പം അങ്ങനെ ഈ 5 കാര്യങ്ങൾ, ഞാൻ പറയുന്നത് സത്യമാണോ, ഞാൻ പറയുന്നത് സഹായകരമാണോ, ഞാൻ പറയുന്ന വാക്ക് പ്രചോദനം നൽകുന്നുണ്ടോ, ഞാൻ പറയുന്ന വാക്കുകൾ ആവശ്യമാണോ, അത് ദയാപരമാണോ? ഇങ്ങനെ നമ്മൾ ഈ തിങ്ക് എന്നുള്ളതിനെ വിഭജിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യം, നമ്മൾ ചിന്തിച്ചുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ചിന്ത എന്ന് പറയുന്ന കാര്യം മനുഷ്യനെ സംബന്ധിച്ചോളം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. എല്ലാവരും പറയുന്ന കേൾക്കാം, ചിന്തിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റ് ജീവജാലങ്ങളും ജന്തുക്കളെയും അപേക്ഷിച്ച് നമുക്കേ ചിന്താശക്തി ഉള്ളൂ എന്നൊക്കെ പറയുന്ന കേൾക്കാം. അതൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നമ്മളെക്കാളും നന്നായിട്ട് ചിന്തിക്കാറുണ്ട് നമ്മുടെ റോട്ടിൽ കൂടെ ഓടി നടക്കുന്ന പട്ടിക്കുഞ്ഞുങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എല്ലാ ജന്തു ജീവജാലങ്ങൾക്കും ചിന്തിക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. നമ്മൾ എന്തോ ഒരു മേന്മയുള്ള ഒരു ജന്തുവാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ പുറത്തുണ്ടായി വന്നായിരിക്കണത്. ഓക്കെ, അത് വിട്, അതല്ല നമ്മുടെ പ്രശ്നം. ഇനി എന്തുകൊണ്ടാണ് ഈ തിങ്ക് എന്നുള്ളത് തിരിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ മീറ്റിംഗ് പ്ലേസിൽ? അതായത് തല തിരിഞ്ഞ ചിന്തകൾ, എനിക്കൊക്കെ നല്ലോണം ഉള്ളൊരു സാധനം അത്. ഒരു ചിന്ത ഉള്ളത് നല്ലത് തന്നെ, പക്ഷെ അത് തലതിരിഞ്ഞ ഒരു ചിന്തയാണെങ്കിലോ അത് എത്രത്തോളം നല്ലതാണ്? അങ്ങനെ തലതിരിഞ്ഞ ചിന്തകൾ ഒരുപാട് വരും. ആദ്യം ഒരു ചിന്ത വരും, പിന്നെ അത് തലതിരിഞ്ഞ രീതിയിലേക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും. ഒന്നത്. പിന്നെ ഒന്ന് അമിതമായിട്ടുള്ളൊരു ചിന്ത. ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ ചികഞ്ഞ് ആലോചിച്ച് ചിന്തിച്ച് വഷളാകുന്നവരെ അങ്ങ് പോകും. ഉറക്കമില്ലാതെ ആകുന്നവരെ അതങ്ങ് നീണ്ടുപോകും. തല ഭ്രാന്താകുന്നവരെ അതങ്ങ് നീണ്ടുകൊണ്ടിരിക്കും. മറ്റൊന്ന് യുക്തിചിന്തകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ആത്മീയമായിട്ടുള്ള ഈ പരിപാടിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് റേഷണലായിട്ടുള്ള തോട്ട്സ്, യുക്തിഭദ്രമായ ചിന്തകൾക്ക് പിറകെ നടക്കുമ്പം ഞാനൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടില്ല അതിൻ്റെ കുഴപ്പങ്ങൾ. ഒരേ സമയത്ത് ഒരാൾക്ക് ഈ ആത്മീയതയും ഈ യുക്തിചിന്തയും കൊണ്ടു നടക്കാനായിട്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് ഒട്ടും സാധിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം, അവനവൻ തീരുമാനിക്കേണ്ട കാര്യം, ഇതിന് പ്രാധാന്യം കൊടുക്കണം. ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയാണ്. അതൊരു ആത്മീയമായ പരിപാടിയാണ്. അതിലേ പോണോ അതോ എൻ്റെ യുക്തിക്ക് നിരക്കുന്ന തരത്തിലേക്ക് അതിനെ മാറ്റാൻ ശ്രമിക്കണോ, അല്ലെങ്കിൽ അത് വിട്ടിട്ട് വേറെ വഴിക്ക് പോകണോ? ഇതെല്ലാം ആകെ ആത്മീയമായിട്ടുള്ള പരിപാടിയിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു കാര്യം മറ്റേത് വഴിക്ക് പോയാലും ഞാൻ കുടിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അത് നിലനിൽപ്പിൻ്റെ കൂടി ഒരു കാര്യമാണ്. അത് തന്നെയാണ് പ്രധാനമായിട്ട്. പിന്നെ ഒന്ന് കാണുന്നത്, ഈ വിശകലനം നമ്മൾ ചെയ്യുമല്ലോ, ചിന്തയിലാണല്ലോ അതെല്ലാം നടക്കുന്നത്. ഈ വിശകലനത്തിൽ വരുന്നൊരു പക്ഷാഘാതമുണ്ട്. അതിന് ഇവർ പറയുന്നത് ഒരു നല്ല രസമുള്ളൊരു വാക്കാണ്, അനാലിസിസ് പാരാലിസിസ് എന്നാ പറയുക. പാരാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭാഗമൊക്കെ തളർന്നു പോകുന്നുണ്ട്, പാരലൈസ്ഡ് ആയി എന്ന് പറയില്ലേ. അപ്പം നമ്മുടെ അനാലിസിസ് എന്ന് പറയുന്നത് വിശകലനം, അതിലുണ്ടാകുന്ന പാരാലിസിസ്. അപ്പോൾ അതും ചിന്തയുടെ, ഈ തലതിരിഞ്ഞൊരു ചിന്തയുടെ ഒരു ഭാഗമായിട്ട് കണക്കാക്കാം. എന്തൊക്കെയായാലും ഈ വക പരിപാടികളുമായിട്ട് നമ്മൾ നീങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ റിക്കവറി നടക്കില്ല എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. രോഗമുക്തി ലഭിക്കില്ല എന്നുള്ളത് അച്ചിട്ടാണ്. അത്
ഇങ്ങനെ പറയുന്നേക്കാം, ഡ്രിങ്കിങ് പ്രോബ്ലം മാറിയിട്ട് തിങ്കിങ് പ്രോബ്ലമായി മാറി. ഈ ഡ്രിങ്കിങ് പ്രോബ്ലം തിങ്കിങ് പ്രോബ്ലമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ തിങ്കിങ് പ്രോബ്ലം അടുത്ത ഡ്രിങ്കിങ് പ്രോബ്ലമായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഉദ്ദേശിച്ചത് റിലാപ്സ് ആണ്. അതൊരു സൈക്ലിക്കാണ്, എന്ന് വെച്ചാൽ ചാക്രികമായിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യം നമുക്ക് ഉണ്ടായിരുന്നത് കുടിയിൽ നിന്നുള്ള ആ പ്രശ്നമായിരുന്നു, ഡ്രിങ്കിങ് പ്രോബ്ലം ആയിരുന്നു. കുടിയൊക്കെ നിർത്തി എയിലൂടെയൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പം ഉണ്ടാകുന്നൊരു തിങ്കിങ് പ്രോബ്ലം വരുന്നുണ്ട്. അത് ഞാൻ മുൻപേ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ. ആ തിങ്കിങ് പ്രോബ്ലം അങ്ങോട്ട് അമിതമാകുന്ന സമയത്ത് വീണ്ടും ഡ്രിങ്കിങ് പ്രോബ്ലത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം. മാത്രമല്ല, ഈ ആത്മീയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ വിനയം പരിശീലിപ്പിക്കാനായിട്ടുള്ള പരിശീലനത്തിന് പറ്റിയൊരു വേദി കൂടിയാണ്. നമ്മുടെ നിസ്വാർത്ഥമായൊരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത്. ഇതിനെല്ലാം ഈ ധ്യാനമൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കണം 37 തവണയും കണ്ട ബിഗ് ബുക്കിൽ ധ്യാനം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ ആൽക്കഹോളിക്സ് അനോണിമസ് ബിഗ് ബുക്കിനകത്ത് 37ഓളം തവണ ധ്യാനം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ റിക്കവറിയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ ആ ബന്ധപ്പെടൽ, അത് ദൃഢമാക്കുക എന്നുള്ളത്. അവിടെ ധ്യാനം എത്രമാത്രം സഹായകരമാകുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. മനസ്സ് നിശബ്ദമാകുമ്പോൾ ആത്മാവ് വാചാലമാകുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മനസ്സ് നിശബ്ദമാകുമ്പോൾ ആത്മാവ് വാചാലമാകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ധ്യാനം പരിശീലനത്തിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. കാരണം അത് ഈ അല്ലെങ്കിൽ വായിച്ചു പഠിക്കാനായിട്ട് പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് അത് പ്രാക്ടീസ് തന്നെ വേണം. അത് അല്ലാണ്ട് നമുക്ക് മെഡിറ്റേഷനിലേക്കൊന്നും കിടക്കാൻ പറ്റില്ല. അത് നമ്മൾ ഇപ്പം പുതിയ കുട്ടികളൊക്കെ പറഞ്ഞാൽ എല്ലാം യൂട്യൂബിലുണ്ട് എന്ന് പറയുന്ന പോലെ യൂട്യൂബ് നോക്കിയിട്ട് നമുക്ക് നീന്താൻ പഠിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് യൂട്യൂബ് നോക്കിയിട്ട് ധ്യാനമൊന്നും അതിൻ്റെ തിയറിയൊക്കെ പഠിച്ചുണ്ടാക്കാന്നല്ലാതെ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അവനവൻ അത് സ്വയം പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഗ്രിപ്പ് ഉണ്ടാവുള്ളൂ, ഇതിൻ്റെ പുറത്ത് നമുക്കൊരു പിടി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത് എന്താ ധ്യാനം എന്നൊക്കെ നമ്മളിപ്പം ഈ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ സംസാരിക്കുമ്പം അതിനെപ്പറ്റി ഒരു ഏകദേശം ഒരു വക്കും മൂലയൊക്കെ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷെ അതിലേക്ക് അങ്ങോട്ട് ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്കത് അനുഭവത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മൾ ധ്യാനത്തിലാവുന്നുള്ളൂ. അല്ലാത്തടത്തോളം കാലം നമ്മൾ ധ്യാനത്തെ പറ്റിയിട്ട് ഇങ്ങനെ പരോക്ഷമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുക, സൂപ്പർഫിഷ്യലായിട്ട് പറഞ്ഞു പോവുക എന്ന് മാത്രമേ ഉള്ളൂ. വാക്കുകൊണ്ട് മനസ്സിലാകുന്ന കാര്യമല്ല ധ്യാനം, അത് പ്രവൃത്തി തന്നെ വേണം. അത് നന്നായി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് നമുക്ക് ഈ പറഞ്ഞ അല്ലാത്ത നമ്മൾ വർക്ക്ഷോപ്പുകളൊക്കെ ഒരുപാട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതും ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു പഠന മാതൃക ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ നന്നായിരിക്കും. അതിന് സാധിക്കുന്നവരൊക്കെ ഉണ്ടാവും ഇതിനകത്തൊക്കെ തന്നെ. ഈ വക കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ അറിവൊക്കെ ഉള്ളവരെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതൊന്ന് ആലോചിക്കാവുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ അത് തലയിൽ ഉദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറലൊന്നും അല്ല ഈ ധ്യാനം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട്. നമ്മൾ റിയാലിറ്റിയിൽ നിന്നും മാറിയിട്ട് ഒരു ഹൈപ്പർ റിയാലിറ്റിയിലേക്കൊക്കെ കടക്കുക എന്നൊക്കെ എവിടേക്കോ ഈ വായിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നും മാറി നടക്കലൊന്നും അല്ല ഈ ധ്യാനത്തിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നു. അതായത് യാഥാർത്ഥ്യത്തെ നേർക്ക് നേരെ അഭിമുഖീകരിക്കലല്ലേ ധ്യാനം. നമ്മൾ റിയാലിറ്റീനെ ഫേസ് ടു ഫേസ് ആയിട്ട് അഭിമുഖീകരിക്കാനായിട്ടുള്ള ഒരു കരുത്ത് കിട്ടുക എന്നുള്ളതാണ് പലപ്പോഴും ഇല്ലാതെ പോകുന്നൊരു കാര്യമാണത്. യാഥാർത്ഥ്യബോധം എന്ന് പറയുന്ന കാര്യം നമുക്ക് വരുന്ന തീക്ഷണമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്ന സമയത്ത് നമ്മളൊക്കെ ഈ തകരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. അതിനെ ഫേസ് ടു ഫേസ് അഭിമുഖീകരിക്കാനായിട്ട്
ഒരു കെൽപ്പ് കുറവ്, അത്തരത്തിലുള്ള കെൽപ്പില്ലായ്മകൾ അത് മാറ്റിയെടുക്കാനായിട്ട് ഈ ധ്യാനം പോലുള്ള കാര്യങ്ങൾക്ക്, മെഡിറ്റേഷന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് മാറും. അത് വേറൊന്നുമല്ല, ഇത്രയും ആലോചിച്ചാൽ മതി. നമുക്ക് ഈ പേശികളുടെ കരുത്ത് മാത്രം പോരല്ലോ ജീവിക്കാൻ. ഈ വലിയ ബൈസെപ്സും ഒക്കെ ആയിട്ടുള്ള ഹീമാനൊക്കെ ആയിട്ട് വലിയ മിസ്റ്റർ കേരളയൊന്നും ആയിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. പേശിയുടെ ശരീരബലം മാത്രം പോരാ ജീവിക്കാൻ. നമ്മുടെ ഒരു മനസ്സിൻ്റെ ബലവും നമ്മുടെ അതിലെല്ലാം ഉപരി നമ്മുടെ ആത്മാവിൻ്റെ ഒരു ബലവും കൂടെ വേണം. ഈ ധ്യാനത്തിലൂടെ നേടിയെടുക്കുന്നത് ഈ ആത്മബലം തന്നെയാണ്. നമുക്കൊരു ആ ഏരിയയിലാണ് കരുത്തുണ്ടാകുന്നത്. ഏതൊരു മനുഷ്യനും ധ്യാനം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ആത്മീയമായിട്ടുള്ളൊരു കരുത്തുണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് എപ്പോഴും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രം ഉണ്ടായി വരുന്ന ഒരു കാര്യമാണ് ശരീരത്തിലെ മസിലെങ്കിൽ, നമ്മൾ മായ എക്സസൈസുകൾ സ്ഥിരമെന്നോണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായി വരുന്നതാണ് സ്പിരിച്വൽ ആയിട്ടുള്ള മെസ്കുലാരിറ്റി. അത് എന്ന് വെച്ചാൽ ഒരു ദിവസം ചെയ്ത് അവിടെ നിർത്തിയിട്ട് പോരേണ്ട കാര്യമല്ല എന്ന് സാരം. അതൊരു പ്രക്രിയയാണ്, പ്രോസസ്സാണത്. അത് നമ്മൾ ദിവസം എന്നുള്ള രീതിയിൽ നൈരന്തര്യം അതിന് അത്യാവശ്യമാണ് ഈ കാര്യത്തിന്. അപ്പോൾ ചോദിക്കും, അതിനൊക്കെ പറ്റിയ സ്ഥലം, സമയം, ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ എവിടെ നിന്ന് കണ്ടെത്താൻ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ എക്സ്ക്യൂസസ് കണ്ടെത്തുന്നത് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. ഞാനും അതിൻ്റെ ഒരു രാജകുമാരനായിരുന്നു, എക്സ്ക്യൂസ് കണ്ടെത്തിയിട്ട് പടികളിൽ നിന്നൊക്കെ വേണ്ട രീതിയിലൊന്നും അതിലേക്ക് കടക്കാതെയൊക്കെ. പക്ഷേ ഈ ധ്യാനത്തിൻ്റെ ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സമയം ഉണ്ടാക്കി, സമയം അങ്ങനെയുള്ളൂ കേട്ടോ. ടൈം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു കാര്യമാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും കിട്ടില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം സമയം. പിന്നെ ഈ പറയത്തക്ക വലിയ അധികം മണിക്കൂർ കണക്കിനൊന്നും അല്ലല്ലോ ധ്യാനം എന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ലൈസൻസ് എൻ്റെ ലാപ്സായിപ്പോയി. അപ്പോൾ അത് പുതുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ആൾ വന്നിട്ടില്ല. നീണ്ട ക്യൂ ആണ്. ഞാൻ ക്യൂവിൻ്റെ ഏറ്റവും പുറകിലാണ്. അപ്പോൾ അവിടെ നിന്ന സമയത്ത് അവിടെ നിന്ന് എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ആ നട്ടപ്പ വെയിലാണ്, മെയിൻ റോഡിൻ്റെ സൈഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുക, ചുറ്റിനും ആളുണ്ട്, വണ്ടി പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമാകുന്നില്ല. എവിടുന്നും എപ്പോഴും ചെയ്യാൻ പറ്റും, നമ്മളൊന്നും മനസ്സ് വെച്ചാൽ മതി. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഏകാഗ്രത എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. നമ്മളെല്ലാം ബാക്കി മുഴുവനും നെഗേറ്റ് ചെയ്തു, ബാക്കി ശബ്ദങ്ങളൊക്കെ പോവുകയാണ് പയ്യെ പയ്യെ പയ്യെ. പിന്നെ ഈ പറഞ്ഞ വണ്ടിയുടെ ശബ്ദങ്ങളൊന്നുമില്ല, എൻ്റെ തൊട്ടു മുന്നിലും പിന്നെ നിൽക്കുന്ന ആൾക്കാരുടെ വർത്തമാനങ്ങളൊന്നുമില്ല. അതൊരു രസമുള്ളൊരു അനുഭവമാണ്. അപ്പം നമുക്ക് കിട്ടുന്ന സ്പെയർ ടൈമുകളുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ സമയം വേസ്റ്റ് ആകുന്ന വെയിറ്റിങ്ങിലാണ്. പണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആസ്വദിച്ച് വെയിറ്റ് ചെയ്ത ആൾക്കാരാണ്. ആ തമാശകളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ബിവറേജസിൻ്റെ ക്യൂവിൽ നിൽക്കുമ്പോൾ ആർക്കും ഒരു ആകാംക്ഷയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. നമ്മൾ വളരെ ആസ്വദിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത് നിൽക്കുന്ന നമ്മുടെ അവിടെ ഒരു സാഹോദര്യം, പാരസ്പര്യം എല്ലാം പങ്കിട്ടുകൊണ്ടാണ് ആ ക്യൂവിലൊക്കെ നിന്നിരുന്നത്. പക്ഷെ പിന്നീടാണ് നമ്മൾ സോബറായതിനു ശേഷം ഒരു ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് വിരസമായിട്ട് തോന്നും, എന്താ സമയം പോവാത്ത, അങ്ങനെയൊക്കെ തോന്നും, എത്ര നേരം നിൽക്കുന്നു ഇവിടെ എന്നുള്ള ചിന്ത വരുന്നു, നമുക്ക് ഈർഷ്യമുണ്ടാകുന്നു, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷെ അതേ സ്ഥലം തന്നെ നമുക്ക് ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് വളരെ എളുപ്പം കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇതിന് ഈ സ്ഥലം, ഈ ആളൊഴിഞ്ഞ സ്ഥലം അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എനി ടൈം എന്നുള്ളതാണ്. കാരണം നമ്മൾ ആരോടാണ് നമ്മൾ, ആര് പറയുന്ന ആണ് നമ്മൾ കേൾക്കാനായിട്ടും ശ്രദ്ധിച്ചിരിക്കുന്നത് എന്നുള്ള, പുള്ളി ഓമിനി പൊട്ടൻ്റ് നമ്മൾ പറയില്ല, എല്ലായിടത്തും ഉണ്ട് ഉള്ളൊരു പാർട്ടിയാണല്ലോ ഈ നമ്മളെ ഹയർ പവർ എന്ന് പറയുന്നത്. എല്ലായിടത്തും ഉണ്ട്, എപ്പോഴും പ്രത്യക്ഷപ്പെടാൻ, എപ്പോഴും എല്ലാവർക്കും ലഭ്യമാണ്. അതുകൊണ്ട് അതൊരു പ്രോബ്ലം ആവുന്നില്ല. എവിടെ വെച്ചിട്ടും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഒരാളൊന്ന് ഗൈഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം വേറെ വഴിക്കൊക്കെ പോയിന്നിരിക്കും, അത് തെറ്റായ രീതിയിലൊക്കെ പോയിട്ട് കൊളായി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് കുറച്ച് ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ അത് തന്നെയാണ് പ്രാർത്ഥനയ്ക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്.
പ്രാർത്ഥന എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എങ്ങനെയും പ്രാർത്ഥിക്കാം. നമ്മള് മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സെറിനിറ്റി പ്രയർ ചിലർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സുഖമില്ലായ്മ തോന്നും. ഈ മറ്റേ കുട്ടികളോട് ABCD പറയാൻ പറയുമ്പോൾ കുട്ടികൾ പറയുന്നൊരു പോക്കുണ്ടല്ലോ, ഈ വാണം വിട്ട മാതിരി ഒരു പോക്കുണ്ട്. സെറിനിറ്റി പ്രയറും അങ്ങനെ പറയുന്ന പല സമയവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ, ഈ പ്രാർത്ഥന എനിക്ക് ഏറ്റവും വേണ്ടതാണ്, എനിക്ക് ഏറ്റവും അമൂല്യമാണ് എന്നുള്ള ചിന്തയോടുകൂടി ഒന്ന് പറയുമ്പം ഉണ്ടാകുന്നൊരു വ്യത്യാസമുണ്ട്. നമുക്ക് മാത്രമല്ല, അത് കേട്ടിരിക്കുന്നവരിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. അതിങ്ങനെ പറയുന്നതിൽ കുറച്ചൊന്ന് ഗ്യാപ്പൊക്കെ ഇട്ട് നിർത്തി അതിൽ കൊടുത്തിട്ടുള്ള വാക്കുകളുടെ അർത്ഥം പ്രതിധ്വനിക്കുന്ന തരത്തിൽ ഒന്ന് പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രയറാണ്. അപ്പോൾ അത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഈ തിരക്ക് കൂട്ടി ചൊല്ലി പോകേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ പറഞ്ഞ അതിൻ്റെ അർത്ഥം മറ്റൊരാളിലേക്ക് എത്തുന്ന തരത്തിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് ഒരു ഊന്നൽ കൊടുക്കേണ്ടടുത്തൊക്കെ ഊന്നലൊക്കെ കൊടുത്തിട്ട് സാവകാശം ചൊല്ലി കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ അർത്ഥങ്ങളുണ്ടാവും, അതിന് അതിൻ്റേതായ ഫലങ്ങളും ഉണ്ടാവും. ഒരു മറ്റൊരാളിലേക്ക് അത് പതിയും. എത്തുക മാത്രമല്ല, എത്താനായിട്ട് ഒച്ചയല്ല, ശബ്ദമല്ല, അത് അവിടെ എത്തിയെന്നിരിക്കും. പക്ഷെ അത് പതിയണമെങ്കിൽ അതിന് അതിൻ്റേതായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തേ പറ്റൂ. അപ്പോൾ പ്രാർത്ഥനയ്ക്കും നമ്മൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇത് കേൾക്കുമ്പം ബാലിശാന്നൊക്കെ തോന്നും, അല്ലെങ്കിൽ തോന്നും ഇയാൾക്ക് ഇപ്പം എന്തിൻ്റെ പ്രാന്തം, നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്നത് ശരിയല്ല എന്ന് പറയുകയാണോ എന്നൊക്കെ തോന്നും. അതിലൊരു ശരികേടുണ്ട്, പലയിടത്തും കേൾക്കുമ്പോൾ തോന്നാറുണ്ട്. ഞാൻ ചിലപ്പോൾ കുട്ടികളോട് വിളിച്ചൊക്കെ പറയാറൊക്കെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ ഒന്ന് ചൊല്ലി നോക്കൂ. നമുക്കൊക്കെ നിർദ്ദേശങ്ങളല്ലേ നമ്മൾ കൊടുക്കുള്ളൂ. നമ്മൾ ഓർഡർ ഇല്ലാത്ത ആൾക്കാർ നമുക്ക് ഓർഡർ ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് ചൊല്ലി നോക്കുക, നല്ല രസമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതല്ലേ വേണ്ടത് എന്നൊക്കെ അങ്ങനെ സജഷൻസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ ഒക്കെ ശ്രമിക്കാറുണ്ട്. എല്ലാ കാര്യത്തിലും എന്ന പോലെ തന്നെ ഈ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. കാരണം നമ്മൾ ചില്ലറ ഒരു പരിപാടിയിലൂടെ അല്ല പോകുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് അത്ര ചില്ലറയൊന്നുമല്ല. അത് വളരെ ഗൗരവമുള്ളൊരു പരിപാടി തന്നെയാണ്. മാത്രമല്ല, ഇത് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ള റിസൾട്ടുകൾ വരുന്നൊരു കാര്യമാണെന്ന് നമുക്ക് അറിയാം. നമുക്ക് അനുഭവത്തിൽ എത്രയോ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ ഇത് വെറുതെ വന്നിട്ട് കയറി ഇറങ്ങി പോകുന്ന ആൾക്കാരൊന്നും അല്ല. അവര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ ചെയ്യുന്ന ഒരാൾക്കാരായിരിക്കും. അല്ലെങ്കിൽ അവർ പടികളൊക്കെ അത് വളരെ ഗൗരവത്തോടു കൂടി അതിനെ കണ്ട് ഗൗരവത്തോടു കൂടി തന്നെ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ മാത്രമേ ഞാൻ ചോദിക്കുന്ന ഇതാണ്, നമുക്ക് 100% സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആണെങ്കിൽ നമ്മൾ എന്തിനാ അത് ഉഴപ്പിയിട്ട് 50% ചുരുക്കേണ്ട ആവശ്യം? നമുക്ക് ചുമ്മാ കിട്ടിയൊരു സാധനം അത്. അപ്പൊ അതിന്റെ വില നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും ഒരു പക്ഷെ എന്നിരുന്നാലും ഇത് അമൂല്യമാണ്. ഇത് പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു പ്രൈസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ പറയാം, ഇത് വിലമതിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. എന്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ള സുബോധം എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ വിലമതിക്കാനായിട്ടൊന്നും പറ്റില്ല നമുക്ക്. അതുക്കപ്പുറമാണ് അതൊക്കെ. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു സാധനത്തെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും നടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയല്ലേ. നമ്മളത് കൈക്കുമ്പിളിൽ അമൂല്യമായിട്ട് തന്നെ നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അതിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള പല 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 ആശയങ്ങളും ഈ പടികൾ, പാരമ്പര്യങ്ങൾ, ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു അല്പം ഗൗരവത്തോടു കൂടിയും അല്പം ആത്മാർത്ഥതയോടുകൂടിയും ഒന്ന് മനസ്സിരുത്തിയിട്ട് ഇതൊക്കെ ചെയ്യുമ്പം റിസൾട്ട് അസാധ്യമായിരിക്കും, യാതൊരു സംശയവും വേണ്ട. അല്ലാതെ ഇത് ഉഴപ്പാനുള്ള ഒരു ഇടം അല്ല. ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇതെല്ലാം പറഞ്ഞു പോയത്. അപ്പൊ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ അജ്ഞതയും അറിവില്ലായ്മയും നമുക്ക് ചുറ്റും നിർമ്മിച്ചിട്ടുള്ള ഈ അദൃശ്യമായിട്ടുള്ള മതിലുകൾ ഒരുപാടുണ്ട്. അദൃശ്യമാണ് ആ മതിലുകൾ.
ഈ അജ്ഞത ഉണ്ടാക്കിയ മതിലുകൾ, ഇല്ലെങ്കിൽ നമ്മുടെ വിവരക്കേട് ഉണ്ടാക്കിയിട്ടുള്ള മതിലുകൾ, നമുക്ക് ചുറ്റും ഉണ്ട് ആ മതിലുകൾ. ഇത് അലിയിച്ചില്ലാതാക്കലാണ് ധ്യാനം എന്ന് പറയുന്നത്. ഈ മതിലുകളെ അലിയിച്ച് ഇല്ലാതെയാക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ധ്യാനം. ബുദ്ധൻ്റെ ഒരു സൂക്തം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് സമാധാനം ഉള്ളിൽ നിന്നാണ് വരിക. ബുദ്ധൻ്റെ ഒരു ഇതാണ്, സമാധാനം ഉള്ളിൽ നിന്നാണ് വരിക, പുറമെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും സുബോധത്തിൻ്റെ അടിപൊളി ദിവസം ആശംസിച്ച് നിർത്തുന്നു.